പാഠം 424. കടുവായെ പിടിച്ച കിടുവ. ചായ. ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടോ ഭാമേ? നമ്മുടെ നാട്ടിൽ ദിനം പ്രതി മോഷണം കൂടി വരികയാണെന്ന്. ഇന്നലെ മാത്രം ഈ ഭാഗത്ത് 9 മോഷണമാണ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മളെങ്ങനെ ധൈര്യമായിട്ട് ജീവിക്കും? ഈ മോഷണം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടായ കാലം മുതലേ ഉള്ളതല്ലേ മോനേട്ടാ. മോഷണമൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. അവരവരുടെ സാധനങ്ങൾ അവരവർ തന്നെ സൂക്ഷിക്കണം. ഞാൻ ഒരു വലിയ സാമൂഹ്യ പ്രശ്നത്തെ പറ്റി പറഞ്ഞപ്പോ അവള് പറയുന്ന ന്യായം നോക്ക്. മോഷണം ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് നീ ഇതേ പറയൂ. കാരണം നീ ഒരു വക്കീലാണല്ലോ. കുറ്റകൃത്യങ്ങളില്ലാത്ത ലോകം ഉണ്ടായ പിന്നെ വക്കീലമാർക്ക് എന്ത് പ്രസക്തി? നിങ്ങൾക്കൊക്കെ കൊലപാതകവും മോഷണവും ഉണ്ടാകുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണല്ലോ കേസും കോടതിയൊക്കെ വേണ്ടി വരുന്നത്. ഞാൻ വക്കീലായതുകൊണ്ട് പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിൽ മോഷണം തടയാൻ പോലീസുണ്ട്. മോഷണം നടന്നവരെ ശിക്ഷിക്കാൻ നിയമമുണ്ട്. അതൊക്കെ എത്രയോ കാലമായിട്ടുള്ളതാ. എന്നിട്ട് മോഷണം ഇല്ലാതായോ? ഇല്ല. ലോകത്തുള്ള സകല മതങ്ങളും പഠിപ്പിക്കുന്നത് മോഷണം തെറ്റാണെന്നാണ്. എന്നിട്ടും ദൈവവിശ്വാസികളായ ആളുകൾ തന്നെ മോഷണം നടത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഷണം ഒരിക്കലും തടയാൻ പറ്റില്ല എന്ന്. ഇപ്പോ നമ്മുടെ നാട്ടിൽ 9 വീടുകളിൽ മോഷണം നടന്നു. വില പിടിച്ച വസ്തുക്കൾ മോഷണം പോയി. പക്ഷേ പോയതൊന്നും നിന്റെതല്ലാത്തതുകൊണ്ട് നിനക്ക് പ്രശ്നമില്ല. ഒരു ദിവസം ഏതെങ്കിലും ഒരു കള്ളൻ ഈ വീട്ടിൽ വന്ന് കയറി നിന്റെ മാലയും മളയും എടുത്തോണ്ട് പോകുമ്പോ നിനക്ക് എന്റെ പ്രയാസം മനസ്സിലാവും. നോക്ക്, ജോലിയുള്ള ഭാര്യയും ഭർത്താവുള്ള വീടുകളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും വീടും പൂട്ടി ജോലിക്ക് പോയി കഴിയുമ്പോ കള്ളൻ ഇങ്ങനെ അകത്ത് കയറും. എല്ലാ മോഷണം നടന്നിരിക്കുന്നത് പകൽ സമയത്താണ്. രാവിലെ ഞാനും നീയും ഓഫീസിൽ പോയി കഴിയുമ്പോ ഇവിടെയും കള്ളന് കയറാവുന്നേ ഉള്ളൂ. അതെ, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. വാതിൽ ജനലൊക്കെ ശരിക്കും അടച്ചു പൂട്ടണം. സ്വർണ്ണാഭരണങ്ങളും പൈസയൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇതിനേക്കാളൊക്കെ എളുപ്പമുള്ള വേറൊരു വഴിയുണ്ട്. അതെന്ത് വഴിയാ? പോലീസ് പിടിക്കുന്ന കള്ളന്മാരെ രക്ഷിക്കാൻ നിങ്ങളെ പോലുള്ള വക്കീലന്മാർ ശ്രമിക്കരുത്. അങ്ങനെ വന്നാൽ രണ്ടുണ്ട്. ഒന്ന്, രക്ഷിക്കാൻ വക്കീലന്മാരില്ലാതെ വരുമ്പോ കള്ളന്മാർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകും. 2, രക്ഷിക്കാൻ വക്കീലന്മാരില്ല എന്നറിയുന്നതോടെ പല കള്ളന്മാരും മോഷണം അവസാനിപ്പിക്കും. മോഹനേട്ടാ, ഈ വക്കീലന്മാരുണ്ടാകുന്നതിന് മുന്നേ മോഷണം നടന്നിട്ടില്ലേ? പണ്ട് പ്രഹ്ലാദന്റെ സെമന്തരത്ന മോഷണം പോയ കഥ വായിച്ചിട്ടില്ലേ മോഹനേട്ടൻ? ഏതെങ്കിലും വക്കീൽ രക്ഷിക്കുന്ന കരുതിട്ടാണോ അന്നത് മോഷ്ടിച്ചത്? മോഷണം എന്നത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. വക്കീലന്മാരുണ്ടായാലും ഇല്ലെങ്കിലും മോഷണം നടക്കും. പിന്നെ മോഷണം നടക്കും പോലും. ഇവളൊക്കെ സഹായിച്ചില്ലെങ്കിൽ ആരും മോഷ്ടിക്കില്ല. ഇനിയിപ്പോ ഒരു പട്ടി വാങ്ങി വളർത്തേണ്ട ഒരു വിഷയ. മോഹനേട്ടന്റെ ഫോൺ. ഹലോ, അതെ മോഹനേഷനാണ്. ആഹാ സഹദേവ, എന്തുണ്ട് വിശേഷം? ഇല്ലില്ല, ഞാൻ 9:48 ഇവിടെ ഇറങ്ങും. എന്നിട്ട് ഈശ്വരാ, ഞാൻ ഭാമയുടെ മോഷണത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. രാജേന്ദ്ര സാറിന്റെ വീട്ടിലാണ്ട് വിഷമിക്കാറൊന്നുമില്ല. പുള്ളി അധ്വാനിച്ചുണ്ടായ കാശൊന്നും അല്ലല്ലോ. മൊത്തം കൈക്കൂലി വാങ്ങിയതല്ലേ. അങ്ങനെ തന്നെ വേണം. എന്റെ വാച്ച് കാണില്ല സാറേ, ഞാൻ പിന്നെ വിളിക്കാം. എന്തായാലും രാജേന്ദ്ര സാറിനെ വിളിച്ച് ഞാൻ എന്റെ സഹതാപം അറിയിച്ചേക്കാം. ഒരാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി വന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? എന്റെ പുതിയ വാച്ച് കാണില്ലെന്ന്. അതെവിടെയെങ്കിലും കാണും? ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി. ഇന്നലെ ആലമാരി വെച്ചിരുന്ന വാച്ചാ, ഇപ്പൊ അത് കാണുന്നില്ല. വാച്ചോടെ പോവാൻ എന്തായാലും അത് അവിടെ ഇല്ല. ആരെങ്കിലും കയറി എടുത്തോണ്ട് പോയതായിരിക്കുമോ? നീയല്ലേ 5 മിനിറ്റ് മുമ്പ് കള്ളന്മാരെ ന്യായീകരിച്ച് പറഞ്ഞത്? മനുഷ്യരുള്ളിടത്തോളം കാലം മോഷണം ഉണ്ടാവുമെന്ന് നീ പറഞ്ഞു. നീ പറഞ്ഞ അറം പറ്റിയതായിരിക്കും. അല്ലെങ്കിൽ നിന്റെ അഹങ്കാരം ദൈവത്തിന് ഇഷ്ടപ്പെട്ടാണില്ല. എന്നാലും ആ വാച്ച് ഒരു പ്രാവശ്യം പോലും ഒന്ന് കെട്ടാൻ പറ്റില്ലല്ലോ മോഹനേട്ട. അതെവിടെ പോയി കാണും? നിന്ന് ബഹളം ഉണ്ടാക്കാതെ ഇപ്പൊ നോക്കുവാമേ. മോഹനേട്ട, എനിക്കൊരു പുതിയ വാച്ച് വാങ്ങിത്തരണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നാളെ എത്രയായി?
എന്നിട്ട് മോഹൻ അത് മൈൻഡ് ചെയ്യാത്ത എന്താ? നിനക്കിപ്പോ പുതിയ വാച്ചിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴുള്ള വാച്ചിന് എന്താ കുഴപ്പം? നമ്മുടെ ഒന്നാമത്തെ വിവാഹ വാർഷികത്തിന് മോഹനേട്ടൻ വാങ്ങി തന്നത് കൊല്ലം എത്രയായി? അത് കൊള്ളാം. ഒരു വാച്ച് എന്ന് പറഞ്ഞാൽ അത് തീരെ ഉപയോഗിക്കാൻ കൊള്ളാതാകുന്നത് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ആഴ്ചയിൽ വാച്ച് വാങ്ങേണ്ട കാര്യം എന്താണ്? ആഴ്ചയിൽ എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ബാക്കി വക്കീലമാർക്കൊക്കെ 4-5 വാച്ചുണ്ട്. ഞാൻ മാത്രം എല്ലാ ദിവസവും ആ പഴഞ്ച വാച്ച് കിട്ടി കോടതി പോണം. സത്യം പറഞ്ഞ നാണക്കേടായി തുടങ്ങി. അമേ, വാച്ച് എന്ന് പറയുന്ന സാധനം സമയം നോക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്, അല്ലാതെ അതൊരു ആഡംബര വസ്തു അല്ല. ഇപ്പോ നിന്റെ കയ്യിലുള്ള വാച്ച് പ്രവർത്തിക്കുന്നുണ്ടല്ലോ? ഉണ്ട്. അതായത് ആ സാധനം എന്തിനു വാങ്ങിയോ ആ ഉപയോഗം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെയുള്ളപ്പോൾ വേറൊരു വാച്ചിന് ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ഈ വാച്ച് വാങ്ങിയിട്ട് വർഷം എത്രയായി? ഇത് പഴഞ്ചനായി പോയെന്ന് പറഞ്ഞ് ഞാനിത് മാറ്റിയോ? എന്റെ ഈ കുട എത്രയോ പഴക്കമുള്ളതാണ്, ഞാനത് മാറ്റില്ല. എന്റെ ഈ ബാഗിന് 8 കൊല്ലം പഴക്കമുണ്ട്, എന്നിട്ടും ഞാനിപ്പോഴും ഇതല്ല ഉപയോഗിക്കുന്നത്. മോഹനേട്ടൻ അതൊക്കെ തന്നെ മതിയായിരിക്കും. എന്നാ എനിക്കങ്ങനെ നടന്നാ പോരാ. ഉടുക്കുന്ന സാരിക്ക് അനുസരിച്ച് വാച്ച് മാറി മാറി കെട്ടിയാണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ മാത്രം ആ പഴഞ്ച വാച്ച് കെട്ടിക്കൊണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും പുതിയ വാച്ച് വാങ്ങുന്ന പ്രശ്നമില്ല. വേണ്ട, എനിക്ക് പുതിയ വാച്ച് കിട്ടി. ഇതോടൊന്ന് പേടിക്കണ്ട, കാശ് കൊടുത്ത് വാങ്ങിയതല്ല. ഞങ്ങളുടെ കോടതിയിലെ രാജീവൻ സാർ തന്നതാ. എന്തിന്? ഇന്നലെ സുമകല കേസിന് വാദം നടക്കല്ലായിരുന്നു. ആ കേസിലെ പ്രതികളെ ഉറപ്പായും തൂക്കിക്കൊല്ലുമെന്ന് നാട്ടുകാരും പത്രക്കാരും പറഞ്ഞു തുടങ്ങിയിട്ട് നാളെത്രയായതാണ്. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസത്തെ എന്റെ വാദം കൊണ്ട് സംഗതിയൊക്കെ മാറി മറിഞ്ഞില്ലേ. വാദം കഴിഞ്ഞ് ഞാൻ കോടതിയിലെ വരാന്തിലേക്ക് ഇറങ്ങിയതും ബാധിക്കുന്നു രാജീവൻ സാർ. സത്യഭാമയെ തന്നെ സമ്മതിച്ചു. ഇതുപോലൊരു വാദം ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്റെ വകയൊരു സമ്മാനം ദാ എന്ന് പറഞ്ഞ് ഇതെങ്ങ് തന്നു. തുറന്നു നോക്കിയപ്പോഴല്ലേ വാച്ചാണെന്ന് എനിക്ക് മനസ്സിലായത്. രോഗി ഇച്ഛിച്ചതും വാച്ച്, വൈദ്യൻ കൽപ്പിച്ചതും വാച്ച്. ഇതാണ് മോഹനേട്ട വക്കീലാകുമ്പോഴത്തെ ഗുണം. പല പല സമ്മാനങ്ങൾ കിട്ടും. മോഹനേട്ടൻ ആ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു മുട്ട സൂചി ഇതുവരെ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടോ? രാജീവൻ സാറിന്റെ വിശേഷപ്പെട്ട വാച്ച്. കിട്ടിയോ? ഇവിടെയൊന്നും ഇല്ല മോനട്ടോ. ഇത് ഉറപ്പായിട്ട് ആരും എടുത്തോണ്ട് പോയത്. ആരെടുത്തോണ്ട് പോവാൻ? നാട് മുഴുവൻ മോഷണമാണെന്നല്ലേ പറയുന്നത്. ആ കള്ള തന്നെ ആയിരിക്കും. പിന്നെ ആകെ കാണാതെ പോയത് നിന്റെ വാച്ചല്ലേ? ഏതെങ്കിലും ഒരു കള്ളം വീട്ടിൽ കയറി വാച്ച് മാത്രം എടുത്തോണ്ട് പോകും. വേറൊന്നും ഉണ്ടായിരുന്നില്ലോ കൊണ്ടുപോവാൻ. സ്വർണവും പൈസയൊന്നും കിട്ടാണ്ടായപ്പോ വാച്ച് എടുത്തോണ്ട് പോയതായിരിക്കും. ദുഷ്ടൻ. ഒരു പ്രാവശ്യമെങ്കിലും കെട്ടിട്ടായിരുന്നു അത് പോയിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നു. രാജീവ് സാർ എത്ര സ്നേഹമായിട്ട് തന്നത്. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എനിക്ക് ഇത്തരം സമ്മാനങ്ങൾ തരാൻ ആളുകൾ ക്യൂ നിൽക്കും. പക്ഷെ ഞാനതൊന്നും വാങ്ങില്ല. കാരണം ഒരു ഉദ്യോഗത്തിൽ ഇരുന്നുകൊണ്ട് ഇത്തരം സമ്മാനങ്ങൾ വാങ്ങുന്നത് കൈക്കൂലിയാണ്. ഒരു കാര്യം സാധിച്ചു കിട്ടാനായി അനധികൃതമായി നൽകുന്ന സമ്മാനങ്ങളാണ് കൈക്കൂലി. ഇത് അങ്ങനെയല്ലല്ലോ. ഞാനൊരു കേസ് കഷ്ടപ്പെട്ടു ബാധിച്ച് ജയിച്ചപ്പോൾ എന്റെ സാമർത്ഥ്യം കണ്ട് അതിശയിച്ചു പോയ ഒരു സഹപ്രവർത്തകൻ തരുന്ന സമ്മാനം അതെങ്ങനെ കൈക്കൂലിയോ? രാജീവ് സാറിന് എന്നെ കൊണ്ട് ഒരാവശ്യം സാധിച്ചു കിട്ടാനില്ല. ഞാൻ വാദിച്ചു ജയിച്ച കേസുമായോ അതിലെ കക്ഷികളുമായോ രാജീവൻ സാറിന് യാതൊരു ബന്ധവുമില്ല. എനിക്ക് കിട്ടിയ സമ്മാനം എന്റെ കഴിവിനുള്ള അംഗീകാരമാണ്. അതൊക്കെ വെറുതെ പറയാം. ഇന്നലെ ട്രഷറിയിലെ സേതുമാധവൻ സാറ് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ വന്നു. എല്ലാ കടലാസുകളും കൃത്യം. എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തേ പറ്റൂ. ഞാനത് കൊടുക്കുകയും ചെയ്തു. അപ്പോ സേതുമാധവൻ സാർ ചോദിക്കുക, ഇത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയില്ല മോഹനകൃഷ്ണ. എന്റെ സന്തോഷത്തിന് ഞാൻ എന്താ തരേണ്ടത് എന്ന്.
ഞാൻ പറഞ്ഞു കെ മോഹനകൃഷ്ണൻ അത്തരം സമ്മാനങ്ങളൊന്നും സ്വീകരിക്കില്ല, അത് കൈക്കൂലിയാകും എന്ന്. അതാണ് ആദർശം. സമ്മതിച്ചു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. കളക്ടർ മോഹനേട്ടനെ ഒരു ജോലി ഏൽപ്പിക്കുന്നു. മോഹനേട്ടൻ അത് കൃത്യമായി കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ജോലി ഭംഗിയായി തീർത്തതുകൊണ്ട് കളക്ടർ മോഹനേട്ടനെ വിളിച്ച് അഭിനന്ദിക്കുന്നു. കൂട്ടത്തിൽ ഒരു പേന സമ്മാനമായിട്ട് തരുന്നു. അത് കൈക്കൂലിയാണോ? അത് കൈക്കൂലി അല്ല. അതുപോലെ തന്നെയാണ് ഇതും. രാജീവ് സാറ് ഞങ്ങളുടെ കോടതിയിലെ എണ്ണം പറഞ്ഞ സമർത്ഥരായ വക്കീലുമാര് ഒരാളാണ്. രാജീവ് സാറിനെ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേസ് ജയിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ള രാജീവ് സാറ് എന്നെ അഭിനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണോ? പണ്ട് തൊട്ട് രാജീവ് സാറിന് എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഞാൻ കേസ് വാദിക്കുന്ന സമയത്ത് രാജീവ് സാർ കോടതി വന്നിരിക്കും. ഞാൻ കേസ് ഇങ്ങനെ വാദിച്ചു വരുമ്പോഴേക്കും കാണുന്നത് എന്താ? സാർ എന്റെ മുഖത്തിങ്ങനെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നത്. വാദം കഴിഞ്ഞ സാർ ഓടി എന്റെ അടുത്ത് വരും. സത്യഭാമ കലക്കി, ഇതുപോലൊരു ജൂനിയർ വക്കീൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൈ തരും. എന്താ കൈക്ക്? രാജീവ് സാർ എന്നെ എപ്പോഴും അഭിനന്ദിക്കുന്നത് കാണുമ്പോ വിദ്യാലക്ഷ്മിക്ക് എന്തൊരു അസൂയാന്നറിയോ? അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? എന്റെ കഴിവ് കണ്ട് രാജീവ് സാറ് എന്നെ അഭിനന്ദിക്കുന്നു, അത്രയുള്ള കാര്യം. എനിക്ക് തോന്നില്ല. കേട്ടെടുത്തോളം ഈ രാജീവൻ ഒരു വായി നോക്കിയ, അതുകൊണ്ടല്ലേ നീ വാദിക്കുമ്പോ നിന്റെ വായി നോക്കിയിരിക്കുന്നത്. ഈ കുശിപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ പുതിയ വാച്ച് കിട്ടി കോടതി ചെല്ലുമ്പോ എല്ലാരും ചോദിക്കും, സത്യഭാമേ പുതിയ വാച്ചാണല്ലോ ഇത്? അപ്പൊ എനിക്ക് അഭിമാനത്തോടെ പറയാലോ, രാജീവൻ സാറ് വാങ്ങിച്ചു തന്ന വാച്ചാണിതെന്ന്. ഒരാളോട് പറഞ്ഞാൽ മതി മോഹനേട്ടാ, വാർത്ത കാട്ടുതീയെ പോലെ പടരില്ലേ? രാജീവൻ സാർ സത്യഭാമയ്ക്ക് വാച്ച് വാങ്ങിക്കൊടുത്തു, സത്യഭാമയുടെ കഴിവിലുള്ള അംഗീകാരമാണ് അതൊക്കെയെന്ന് എന്നൊക്കെയല്ലേ ആളുകൾ പറയുന്നത്. ഇന്നു മുതൽ ആ വാച്ചല്ലേ എന്റെ അഭിമാനം. ചുമ്മാ കിട്ടുന്ന വാഴില്ലെന്ന് ഇനിയെങ്കിലും പഠിക്കട്ടെ. വാച്ച് ഭാമേ, നിന്റെ മട്ടും ഭാവം കണ്ട ഈ വീടാരോ മോഷിച്ചോണ്ട് പോലെ തോന്നുമല്ലോ. ഒരു വാച്ചല്ലേ, അത് പോട്ടെ. എനിക്കറിയാം മോഹനയുടെ മനസ്സറിഞ്ഞ് പ്രായക്കാണും, അതുകൊണ്ട് എന്റെ വാച്ച് പോയത്. ഇന്നലെ ആ വാച്ച് കാണിച്ചപ്പോ മുതൽ മോഹനയുടെ മുഖത്ത് ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. ഇന്നലത്തെ ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചത് ആ വാച്ച് പോണേ ആ വാച്ച് പോണേന്നായിരിക്കുമല്ലോ. ഞാൻ അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിനക്കൊരു വാച്ച് വെറുതെ കിട്ടിയത് എനിക്കെന്താ? ഇന്നലെ ആ വാച്ചും കിട്ടിയ കോടതിയിൽ പോകൂ, അവിടെ ചെല്ലുന്ന പാടെ എല്ലാവരും ആ വാച്ചിനെ പറ്റി ചോദിക്കുന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആ വാച്ച് കിട്ടാനാണ് നീ പോയത്. ഇന്നലെ വക്കീലാഫീസ് മാത്രമേ പോയുള്ളൂ. കോടതി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കോടതി പോകുമ്പോ കെട്ടിയാലല്ലേ നാലാള് കാണൂ എന്നോർത്ത് ഇന്നലെ ആ പഴയ വാച്ച് കെട്ടിയാ ഞാൻ പോയത്. നന്നായി. പുതിയ വാച്ച് കെട്ടി പോയിരുന്നെങ്കിൽ കള്ളന്മാരോട് വരുമ്പോ ആ പഴയ വാച്ച് എടുത്തിട്ട് പോയനെ. പഴയ വാച്ച് കെട്ടിയത് കൊണ്ട് പുതിയ വാച്ച് നഷ്ടപ്പെട്ടു. ഇപ്പൊ മനസ്സിലായ ഭാമേ, ഞാൻ വാങ്ങി തന്ന വാച്ചിന് ഒരു സത്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടില്ല. മറ്റേ വാച്ചാനെ ചുമ്മാ കിട്ടിയല്ലേ, അതുകൊണ്ട് അതങ്ങ് പോയി. രാജീവ് സാർ വാങ്ങി വാച്ച്, ആ വാച്ച് നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കാം. ഈ സാധനം അതല്ല, ഈ സാധനം ആർക്കെങ്കിലും കൂടെ കൊടുക്ക. ഇതെന്താണ് സാറേ? വാച്ചാ? ഇതാരുടെ വാച്ച്? ഭാമയുടെ വാച്ച. അവള് കാശ് കൊടുത്ത് വാങ്ങിയൊന്നുമല്ല. പിന്നെ രാജീവൻ എന്നൊരു വായി നോക്കി വക്കീല് അവൾക്ക് സമ്മാനം കൊടുത്താ. അല്ല, അതിപ്പോ പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുത്താ? ഈ വാച്ചിന്റെ പേര് പറഞ്ഞ് അവൾ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. രാജീവൻ എന്ന് പറഞ്ഞ വലിയ ദൈവമാണെന്ന് അവള് പറയുന്നത്. പക്ഷേ അവൻ വെറും ഒരു അലവലാതി വായി നോക്കിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൻ വാങ്ങിയ വാച്ച് നമുക്ക് വേണ്ട. സാറേ, ഇതിപ്പം ഞാൻ വച്ചിട്ട് എന്തോ ചെയ്യാനാണ്? ആർക്കെങ്കിലും കൂടി കൊടുത്തേക്ക്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, സാറ് ഇന്ന് ആർക്കെങ്കിലും കൊടുത്താ പോരെ? അത് ശരിയാവില്ല. ഇത് പെണ്ണുങ്ങൾ കെട്ടുന്ന വാച്ച. ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന് കൊടുത്താ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അവൾ തെറ്റിദ്ധരിക്കില്ലേ? അതത് പ്രശ്നമാണ്. പക്ഷെ ഞാനിത് ആർക്കെങ്കിലും കൊടുത്താലേ ഞാൻ മോഷണ കേസിൽ പ്രതിയാവൂലേ? അത് മാത്രമല്ല, എന്റെ കാര്യം കട്ട പുകയാവും. ഉത്തമ മോഷ്ടിച്ചല്ലോ. ഞാൻ ഉത്തമത്തായിരുന്നു. ഓക്കെ,
ഇനിയിപ്പോ മോഷണ കേസ് വന്നാലും എനിക്കെതിരല്ലേ ഒരു അത് ഞാനങ്ങ് സഹിച്ചു. പക്ഷെ സാറേ ഇത് തീക്കളിയാണേ. ഒരു തീക്കളിയില്ല. ഉത്തമനത് ആർക്കെങ്കിലും കൊടുത്താൽ അവരുടെ മുമ്പ് ആളാകാമല്ലോ. 10 പൈസ ചെലവുമില്ല. അല്ല, വാച്ച് എവിടെയാണെന്ന് വക്കീല് ചോദിച്ചാലോ? അതിനൊക്കെ ഞാൻ സമാനം പറഞ്ഞോളാം. അല്ല, വാച്ച് കൊണ്ടുപോയ കള്ളൻ ഞാനാണെന്ന് ഈ നൂറ്റാണ്ട് നീ അറിയാൻ പോകുന്നില്ല ഭാമേ. മോഹനേഷെടുത്ത കളി. ശരി ശരി, ഞാൻ 10 മണിയാകുമ്പോഴേക്ക് ഇറങ്ങും. 10:15 എനിക്ക് ഓഫീസിലെത്തണം. അതിനിടയ്ക്ക് ഞാൻ വിളിച്ചോളാം. ശരി. നീ ഇങ്ങനെ വിഷമിക്കാറൊന്നുമില്ല. ഒരു വാച്ച് മാത്രമല്ലേ പോയുള്ളൂ. നിന്റെ ആഭരണങ്ങൾ വല്ലതും പോയിരുന്നെങ്കിലോ? ആ വാച്ച് അങ്ങ് പോട്ടെ. അല്ലെ തന്നെ നീ കാശ് കൊടുത്ത് വാങ്ങിയൊന്നുമല്ലല്ലോ. എന്നാലും രാജീവ് സാറിനോട് ഞാൻ എന്തു പറയും മോഹനട്ടാ? കോടതി ചെല്ലുന്ന പാടെ രാജീവ് സാർ ചോദിക്കില്ലേ, എന്താ സത്യഭാമേ ഞാൻ വാങ്ങി തന്ന വാച്ച് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്? ഇഷ്ടപ്പെടാത്തോണ്ടാ കെട്ടാത്തതെന്നല്ലേ സാറ് കരുതൂ. വാച്ച് മോഷണം പോയത് പറയണം. നാട്ടിൽ മുഴുവൻ മോഷണം നടക്കുന്ന സമയത്ത് ഇവിടെ മോഷണം പോയത് പറയണം. അതിലിപ്പോ നീ എങ്ങനെ കൂട്ടുകാരിയാവും? എന്നാലും ഒരാൾ, അതും രാജീവ് സാറിനെ പോലെ ഒരാള് അത്ര കാര്യമായിട്ടൊരു വാച്ച് തന്നിട്ട് ഞാനത് സൂക്ഷിച്ചില്ലെന്നല്ലേ കരുതൂ. രാജീവ് സാർ എന്ത് തോന്നും? രാജീവ് സാറിന് എന്ത് തോന്നുന്നു പറയുന്നു? അയാളാ ദൈവോ? ഇങ്ങനെ രാജീവ് സാറിനോട് ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം കാണിച്ചത് കൊണ്ടാണ് ആ വാച്ച് പോയത്. ആ വായി നോക്കി വാങ്ങിച്ചെന്ന വാച്ച് കെട്ടണ്ടെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും. എന്തായാലും പോയത് പോയി. ഇനിയിപ്പോ എന്താ കാര്യം? അങ്ങനെ പോയത് പോട്ടെ എന്ന് ഞാൻ കരുതില്ലല്ലോ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? പോലീസിനെ അറിയിക്കും, അത്ര തന്നെ. പോലീസോ? പോലീസ് എന്ന് കേട്ടിട്ടില്ലേ? ഇന്നലെ മോഷണം നടന്ന 9 വീട്ടിലും പോലീസ് എന്നല്ലോ. ഇവിടെയും പോലീസ് വരട്ടെ. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, അത്ര വലിയ കുറ്റകൃത്യം നടന്നില്ലല്ലോ. ഒരു വാച്ച് അതിലേ പോയുള്ളൂ. ഒരു വാച്ച് പോയതിന്റെ പേരിൽ പോലീസുകാരൊക്കെ വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ നാണക്കേടാ. പോലീസുകാർ നമ്മളെ പറ്റി എന്ത് കരുതും? വാച്ച് എന്നല്ല, എന്റെ ഒരു പേന പോയാൽ പോലും ഞാൻ പോലീസിൽ അറിയിക്കും. പൗരന്റെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകാനാണല്ലോ ഈ പോലീസ്. ആ പോലീസിന് ഉത്തരവാദിത്വമില്ലാത്തത് കൊണ്ടാണ് നാട് മുഴുവൻ ഇങ്ങനെ മോഷണം നടക്കുന്നത്. അപ്പൊ പിന്നെ പോലീസുകാർ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഞാൻ കേസ് കൊടുക്കും. അതൊന്നും ശരിയാവൂല. പോലീസുകാരൻ എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിലും ഈ പോലീസുകാരെ വീട്ടിൽ കയറാൻ കൊള്ളൂല. പോലീസുകാർക്ക് എന്താ കുഴപ്പം? മോഹനേട്ടനെ പോലെ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് അവരും. അവരുടെ ജോലി അവർ ചെയ്യട്ടെ മോനട്ടാ. ഉത്തമനാണ്. ഈ കാര്യത്തിൽ ഉത്തമനോട് അഭിപ്രായം ചോദിക്കാം. പോലീസ് നമസ്കാരം വക്കീലെ. ഒരു അടിയന്തര പ്രശ്നമുണ്ട്. വക്കീൽ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്താ ഉത്തമ? വക്കീലെ, ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നാട് മുഴുവൻ മോഷണമായിരുന്നല്ലോ. പോലീസുകാർ തലകുത്തിന് നിന്നിട്ട് കള്ളനെ കിട്ടിയില്ല. ഒടുവിൽ ഇന്ന് വെളുപ്പാങ്കാലം ജംഗ്ഷനിലെ തട്ടുകടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന പോലീസുകാരുടെ മുമ്പിൽ ആളുപെട്ട് മോട്ടിച്ച 2 ലാപ്ടോപ്പും ഒരു മൊബൈൽ ഫോൺ സഹിതമാണ് പോലീസ് ആളിനെ പൊക്കിയത്. ആരാ ഉത്തമ? അതല്ലേ വക്കീലേ കഷ്ടം. സർക്കാർ സ്കൂളിലെ ദിവാരമാഷിന്റെ മോനെ രവിയെ, അവനാണ് പ്രതി. അവൻ ഈ കഞ്ചാവ് വലിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അതിന് കാശ് തികയാതെ വന്നപ്പോഴാണ് അവൻ ഈ മോഷണം തുടങ്ങിയത്. ദിവാരമാഷിന്റെ മോനോ? അതേന്ന്. സംഭവം അറിഞ്ഞ പാടെ ദിവാരമാഷിന്റെ ഭാര്യ ബോധം കെട്ട് ദാടക്കുന്നു. മാഷ് ഓടി സ്റ്റേഷനിൽ ചെന്നപ്പോ കോടതിയിൽ ജാമ്യം കിട്ടുള്ളൂ എന്ന് SI ഗീവർഗീസ് സാറ് തീർത്തു പറഞ്ഞു. വക്കീൽ ഒന്ന് സഹായിക്കണം. ഒരിക്കലും ഉത്തമ, ഇത്തരം മോഷ്ടാക്കൾക്ക് വേണ്ടി ഞാൻ കേസ് വാദിക്കുന്നത് ശരിയല്ല എന്നാണ് മോഹനേട്ടന്റെ അഭിപ്രായം. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുക എന്നതാണല്ലോ നാട്ടു നടപ്പ്. അത് മാത്രമല്ല, എന്റെ ഒരു വാച്ച് മോഷണം പോയതിന്റെ പേരിൽ ഞാൻ പോലീസിൽ പരാതിപ്പെടാനിരിക്കുമ്പോ ഞാൻ തന്നെ കള്ളന്മാർക്ക് വേണ്ടി കോടതി ഹാജരായിട്ടുള്ളത് ശരിയാവൂ? എന്റെ വാച്ച് കെട്ടവനെയും പോലീസ് ഇങ്ങനെ തന്നെ പൊക്കണം. പൊക്കിയാ മാത്രം പോരാ, സ്റ്റേഷനിൽ കൊണ്ടുപോയി നട്ടല് ചവിട്ടി കൂടിക്കുകയും ചെയ്യണം. അവനെ ജാമ്യത്തിലിറക്കാൻ ഒരു വക്കീലമാർ വരികയും ചെയ്യരുത്. അല്ല, അതിപ്പോ നിസ്സാരമായ ഒരു വാച്ചൊക്കെ പോയാല് പോലീസ് എന്നൊക്കെ പറയുമ്പോ പിന്നെ ആരോട് പറയാൻ ഉത്തമ? എന്തായാലും എന്റെ വാച്ച് കെട്ടവരെ പിടിക്കാൻ വലിയ പ്രയാസമില്ല ഉത്തമ. പോലീസുകാർക്ക് ആവശ്യമുള്ള തെളിവ് ഞാൻ തന്നെ കൊടുക്കൂലോ. എന്ത് തെളിവ്?
ഇവിടെ കയറി എന്റെ വാച്ച് കട്ടെടുത്ത കള്ളൻ ഇന്നലെ വൈകിട്ട് ടൗണിലെ അജന്ത വാച്ച് കമ്പനിയിൽ എന്റെ വാച്ച് കൊണ്ടുപോയി വിറ്റ് 1200 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. വാച്ച് വായിച്ചെന്നവനെ അവർക്ക് കണ്ടാൽ അറിയാം. വാച്ച് കടയിലുള്ള ഉസ്മാനാണ് വാച്ച് വാങ്ങി പൈസ കൊടുത്തത്. ഇന്ന് രാവിലെയാണ് സെയിൽസ്മാൻ ആനന്ദ് കട ചെന്നത്. ചെന്നപാടെ അതെന്റെ വാച്ചാണെന്ന് ആനന്ദിന് മനസ്സിലായി. ഇപ്പോ ആനന്ദിനെ വിളിച്ചതേ ഉള്ളൂ. തൊണ്ടി കിട്ടി, ആളെ കണ്ടാല് പറയും. ഇനി കള്ളനെ പിടിക്കാൻ പോലീസിന് എന്താണ് പാട്? ആളെ കണ്ടറിയാന്നൊക്കെ പറഞ്ഞ അതൊക്കെ ചുമ്മാ. ഉസ്മാൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഏതാണ്ട് ഉത്തമനെ പോലെ ഇരിക്കുന്ന ഒരാളാ. ബാക്കി എസ് എ ഗീവർഗീസ് സാർ നോക്കിക്കോളൂ. കാരണം അടച്ച് 4 കിട്ടുമ്പോ ഏത് കള്ളനും സത്യം പറയൂല്ലോ, അല്ലേ മോഹനേട്ടാ? അതിപ്പോ കള്ളന്മാരെ പറ്റി എനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് കള്ളന്മാരായിട്ടൊന്നും കമ്പനിയില്ല. ഉപ്പും വെള്ളം കുടിക്കുന്നതാണല്ലോ. വാച്ച് കൊണ്ടുപോയി വിറ്റമ അനുഭവിക്കും. ഹലോ, എങ്ങനെ 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 ഈ വക്കീലിന്റെ വാച്ച് എടുത്ത് എന്റെ കയ്യിൽ തന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ആർക്കെങ്കിലും കൊണ്ടുപോയി കൊറ ഉത്തമ എന്ന് ഇവിടെ വെച്ച് പറഞ്ഞത് സാറല്ലേ? എവിടെ പോണേ? ഇപ്പൊ വാച്ച് വിറ്റ ഞാൻ മാത്രം പ്രതി. അത് അങ്ങ് പള്ളി പോയി പറഞ്ഞായി സാറ്. ഞാൻ വാച്ചെന്നോ? രാജീവൻ വക്കീല് സ്നേഹപൂർവ്വം വക്കീലിന് തന്ന വാച്ചാണെന്നും പറഞ്ഞ് ഈ നിൽക്കുന്ന മോഹനേഷ് സാറാണ് ഈ മുറ്റത്ത് വെച്ച് വാച്ച് എന്റെ കയ്യിൽ തന്നത്. ഞാനത് കട കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള കാര്യം നേരെ തന്നെയാണ്. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനി കട കൊണ്ടുപോയി വിറ്റേന്റെ പേരിൽ എനിക്കെതിരെ കേസ് വന്ന സാറേ, ഞാൻ ഉള്ള കാര്യം പോലീസിന്റെ അടുത്ത് പറയും. ജയിലിൽ പോയാലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാ. പിന്നെ ഞാൻ വിറ്റെന്നുള്ള കാര്യം ശരി തന്നെയാണ്. അതാ എവിടെ പിടിച്ചോ, 1200 രൂപ. നീ വിശ്വസിക്കരുത്. എനിക്ക് എന്റെ പണം വേണ്ട. എനിക്ക് അറിഞ്ഞൂടെ എന്റെ മോഹനേട്ടനെ? വാച്ച് ഇവിടെ കാണാതെ വന്നപ്പോ മുതലേ എനിക്ക് മോഹനേട്ടനെ സംശയമുണ്ട്. വാച്ച് മോഹനേട്ടനെ എടുത്തുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ അതെന്ത് ചെയ്തു എന്നാണ് പിടികിട്ടാതിരുന്നത്. അപ്പോഴല്ലേ ആനന്ദ് ഫോൺ വിളിച്ചത്. അല്ല, രാജീവ് വക്കീൽ നിനക്ക് എന്താണെന്ന് രാജീവിനെ അറിയാം. അല്ല, രാജീവ് എന്താണെന്ന് ആനന്ദിനെ അറിയാം. അത് രാജീവ് സാർ എനിക്ക് തന്ന വാച്ചല്ല, ഞാൻ വാങ്ങിയ വാച്ചാ. ഇനി ഞാൻ കാശ് കൊടുത്ത് വാച്ച് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനയുടെ ചാടി കടിക്കാൻ വരുള്ളൂ എന്ന് ഓർത്തിട്ടാണ് ആ വാച്ച് സമ്മാനം കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞത്. എന്നാലും വില്ലേജ് ഓഫീസർ ആളെ കൊള്ളാം. സ്വന്തം വീട്ടിൽ ഒരു സാധനം മോഷ്ടിച്ച് വിൽക്കാന്ന് പറഞ്ഞ നീ രാജീവ് വക്കീല് വെറുതെ മുഖത്ത് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. മര്യാദക്ക് ഈ 1200 രൂപ കൊണ്ടുപോയി കൊടുത്ത് എന്റെ വാച്ച് വാങ്ങി തന്നു. ഞാനോ? പിന്നെ ആര്? ഉത്തമന് വേണ്ട. ഉത്തമൻ ഇനി പോയത് തന്നെ. എന്നാ പിന്നെ ഞാൻ പോവല്ലേ? ഞാൻ പോവും. പോണം. പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരും കൊള്ളാം. ഭർത്താവിനെ പറ്റിക്കാനായി വാച്ച് സമ്മാനം കിട്ടിയതാണെന്ന് പറയുന്ന ഭാര്യ വാങ്ങിയ വാച്ച് മോഷ്ടിച്ച് വിൽക്കുന്ന ഭർത്താവ്. ഈശ്വര, ഇങ്ങനെ രണ്ടുപേർ ഭൂമിയിൽ വേറെ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് ഇന്നത്തേക്ക് വിടാം.